ഹായ് കൂട്ടുകാരെ, കളി വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്ന് വേറൊരു കഥ കേട്ടാലോ? ഇന്നത്തെ കഥയിൽ ആരൊക്കെയുള്ളതെന്ന് അറിയണ്ടേ? ഒരു മീനും മോളും അവരുടെ മുത്തശ്ശൻ്റെയും കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഒരിടത്ത് ഒരു വീട്ടിൽ മീനുമോൾ എന്ന പേരുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. അവൾക്ക് ഒരു മുത്തശ്ശനും ഉണ്ടായിരുന്നു. അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് മുത്തശ്ശൻ മാത്രമായിരുന്നു. അച്ഛനമ്മയെല്ലാം മരിച്ചു പോയിരുന്നു. അങ്ങനെ മുത്തശ്ശൻ പ്രിയപ്പെട്ടതായിരുന്നു മീനുമോൾ. അതുപോലെ മീനുമോൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു മുത്തശ്ശൻ. ഇവർ അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഇരുന്നത്. എന്ത് പറഞ്ഞാലും മുത്തശ്ശൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും മീനുമോളും കേൾക്കുമായിരുന്നു. അങ്ങനെ ഇവർ സുഹൃത്തുക്കളെ പോലെ അങ്ങനെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇവർ ഒരു ദിവസം ഒരു വഴി നടന്നു പോകുമ്പോൾ ഒരു പൂപ്പിക്കുട്ടിയെ കണ്ടു. അതായത് ഒരു നായ്ക്കുട്ടിയെ കണ്ടു. ഇതാണ് നമ്മുടെ നായ്ക്കുട്ടി. അങ്ങനെ നായ്ക്കുട്ടിയെ കണ്ടപ്പോൾ ഇവർ വിചാരിച്ചു ഇവരെടുത്ത് വളർത്താമെന്ന്. അങ്ങനെ ഇവൻ്റെ സുഹൃത്ത് ബന്ധത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വന്നു. ആരാണത്? പൂപ്പിക്കുട്ടി. അതെ, ഈ പൂപ്പിക്കുട്ടിയുമായിട്ട് മീനുവിന് വളരെ അടുപ്പമായിരുന്നു. അതേപോലെ തന്നെ കേട്ടോ മുത്തശ്ശൻ പേപ്പർ വായിക്കുമ്പോൾ കൂടെ വന്നിരിക്കുമായിരുന്നു. മീനു കളിക്കാൻ പോകുമ്പോഴാണെങ്കിലോ എപ്പോഴും വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മീനുവും പപ്പിക്കുട്ടിയും കൂടി അപ്പുറത്ത് കടവിലോട്ട് പോയി. അവിടെയാണെങ്കിലോ മഴ പെയ്ത് വളരെ ഒഴുക്കുള്ള സമയമായിരുന്നു. മീനും പപ്പിക്കുട്ടിയും കൂടി വെറുതെ നടന്നു നോക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ മീനു പെട്ടെന്ന് ആ നോക്കുന്നതിൻ്റെ ഇടയിൽ വഴുക്കി വീണുപോയി. അയ്യോ, വെള്ളത്തിലോട്ട് മറിഞ്ഞു. പപ്പി ആകെ പേടിച്ചു പോയി. പപ്പി ഓടി മുത്തശ്ശൻ്റെ അരികിലോട്ടെത്തി വളരെ ശബ്ദത്തിൽ കുരച്ചു. മുത്തശ്ശൻ അപ്പോൾ തന്നെ മനസ്സിലായി എന്തോ അപകടമുണ്ടെന്ന്. എന്താ പപ്പി എന്ന് ചോദിച്ചു. പപ്പിയാണെങ്കിൽ കുരച്ച് മീനു വീണ സ്ഥലത്തോട്ട് കൊണ്ടുപോയപ്പോൾ മീനു അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശൻ വേഗം അവിടെയുള്ളവരെ വിളിച്ച് നമ്മുടെ മീനുവിനെ രക്ഷപ്പെടുത്തിയ ശേഷം മുത്തശ്ശൻ പപ്പിയെ ഒരുപാട് കെട്ടിപ്പിടിച്ചു. അതുപോലെ മീനുവിനും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇവർ വീണ്ടും ഈ സുഹൃത്ത് ബന്ധത്തോടുകൂടി അവിടെ തുടർന്നിരുന്നു. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.